blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഒരുപക്ഷെ ഓരോ ദിവസവും ഇന്നാണോ എൻ്റെ വിടുതലിൻ്റെ ദിവസം, ഇന്നാണോ യേശു എന്നെ വിടുവിക്കുന്ന അല്ലെങ്കിൽ സ്വതന്ത്രമാക്കുന്ന ദിവസം, ഇന്നാണോ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്ന ദിവസം. ഒരുപക്ഷെ എല്ലാ ദിവസവും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ബൈബിൾ പറയുന്നത് കർത്താവ് ഒരു കാര്യം ചെയ്താൽ അത് നിവർത്തിക്കും, പക്ഷെ തൻ്റെ സമയത്തായിരിക്കും. അതുകൊണ്ട് കാത്തിരിക്കുക. എന്നാണ് വരുന്നത് അതുവരെ കാത്തിരിക്കുക. പക്ഷേ ബൈബിൾ പറയുന്നത് ദൈവത്തെ കാത്തിരിക്കുന്നവർ, പ്രത്യാശ ദൈവത്തിൽ വെച്ചിട്ടുള്ളവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് സാറാമ്മ മത്തായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊച്ചുമകൻ നെവിലിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഇന്നാണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവെ ആ മോനെ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ യശ്വിൻ വർഗീസ് തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന തൻ്റെ 4th ബർത്ത്ഡേ ഈ വരുന്ന 15-ാം തീയതിയാണല്ലോ. ഇരുവരെയും കർത്താവെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. അവരുടെ ആരോഗ്യം, അതുപോലെ കർത്താവെ അവരുടെ ഭാവി, ആത്മീയ ജീവിതം, വളർച്ച, എല്ലാറ്റിലും കർത്താവെ അങ്ങയുടെ കരം കൂടെ ഇരുന്ന് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരാൻ ഈ കുഞ്ഞുങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. 2 കുഞ്ഞുങ്ങൾക്കും 2 പേർക്കും ജന്മദിന ആശംസകൾ. അടുത്ത ഒരു സ്പോൺസർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് സൗദി അറേബ്യയിൽ നിന്നുള്ള വെൽവിഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലി ലഭിക്കാനും വളരെ ഐക്യതയിൽ ഒരുമിച്ച് ജീവിക്കാനും കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകളുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല അനുഗ്രഹങ്ങൾ ആ കുഞ്ഞിൻ്റെ മേൽ വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മേലങ്ങ് സകല അനുഗ്രഹങ്ങളും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ നല്ല ഒരു ജീവിത പങ്കാളിയെ കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ 2 സ്പോൺസേഴ്സിനെ ഞങ്ങളുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വസായ്, മുംബൈ, ഫെബ്രുവരി 5 വ്യാഴം. സമയം വൈകിട്ട് 5 മുതൽ. ശ്രീ ഓൾഡ് സ്വാമി നാരായണൻ ടെമ്പിൾ ഹാൾ, 60 ഫീറ്റ് റോഡ്, അമ്പാടി റോഡിന് എതിർവശം, വസായി വെസ്റ്റ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ, മുംബൈ, ഫെബ്രുവരി 6 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. അരീസിയ ആൾട്ടിസ് കൊമേഴ്സ്യൽ, 3rd ഫ്ലോർ, സനേമംഗൽ കാര്യാലയയ്ക്ക് സമീപം, ബേൽ ബസാർ, കല്യാൺ വെസ്റ്റ്. Credential number 4. നാലാമത്തെ യോഗ്യത. He is the sustainer of all things. അവൻ സകലത്തെയും വഹിക്കുന്നവനാണ്. He not only created things. അവൻ കാര്യങ്ങളെ സൃഷ്ടിച്ചവൻ മാത്രമല്ല. He not only created the entire universe. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടികർമ്മം നടത്തിയവൻ മാത്രമല്ല. Including the galaxies and clusters and super clusters. അറിയാമോ, ഗാലക്സികളെയും അതുപോലെ തന്നെ ക്ഷീരപഥത്തെയും സകലത്തെയും അവൻ സൃഷ്ടിച്ചു. But he not only do that, he also sustains the created things. എന്നാൽ ഓർക്കുക, സൃഷ്ടിച്ച എല്ലാറ്റിനെയും ഇന്നും വഹിച്ചുകൊണ്ട് നിൽക്കുന്നവനാണ് യേശു ക്രിസ്തു. He is in control of the universe. ഓർക്കുക, പ്രപഞ്ചത്തിന്റെ മുഴുവൻ നിയന്ത്രണം അവന്റെ കയ്യിലാണ്.
He's in the control room. അവനിപ്പോൾ കൺട്രോൾ റൂമിലാണ്. Don't worry. അതുകൊണ്ട് പേടിക്കണ്ട. Hallelujah. ഹല്ലേലൂയ. Now my question is this. എന്റെ ചോദ്യം ഇതാണ്. If he can sustain the whole universe, ഈ ലോകത്തെയും ഉണ്ടാക്കിയ സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും നക്ഷത്രങ്ങളെയും സൗരയൂഥത്തെയും എല്ലാം അവനിങ്ങനെ വഹിച്ചു നിർത്താൻ സാധിക്കുമെങ്കിൽ can't he sustain a small guy like you? നിങ്ങളെ പോലെ ഈ ഒരു പീറ വ്യക്തിയെ ചുമക്കാൻ കർത്താവിന് പറ്റൂലേ? പറ. ചിന്തിക്ക് മക്കളെ, ചിന്തിക്ക്. He is sustaining the whole universe. നോക്ക്, ഈ പ്രപഞ്ചം മുഴുവനും ഇങ്ങനെ താങ്ങിക്കൊണ്ടിരിക്കുക. When financial tightness comes, ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ, ചത്തു എവിടെ കിട്ടും ഒരു കുപ്പി വിഷം? പാറ്റഗുളിയെങ്കിലും തിന്നാ മതിയാ. Why? Because you don't know you are connected to the creator and sustainer of the whole universe. ഈ നിരാശയൊക്കെ തലമണ്ടയിൽ ഇരിക്കുമ്പോ എന്താ അങ്ങനെ നിരാശ പിടിച്ചിരിക്കാൻ കാരണം എന്നറിയോ? യേശു ക്രിസ്തു സകലത്തെയും വഹിക്കുന്ന അത്ര വലിയവൻ നിന്റെ അകത്തിരിക്കുന്നുണ്ടെന്നുള്ള വിശ്വാസം ഇല്ലാത്തോണ്ടാ. The Bible says with his word he sustains everything that is created. ബൈബിൾ എന്താണ് പറയുന്നത്? അവന്റെ വചനത്താൽ അവൻ സകലത്തെയും വഹിക്കുന്നു. Hallelujah. Hallelujah. And he can use the same word to sustain you. അതുകൊണ്ട് ആ പ്രപഞ്ചത്തെ വഹിക്കുന്ന അതേ വചനത്താൽ നിന്നെയും അവന് വഹിക്കാൻ സാധിക്കും. Hallelujah. Hallelujah. That's why God has given you this word. അതുകൊണ്ടാണ് ദൈവം ഈ വചനം നിങ്ങൾക്ക് നൽകിയത്. One word in a special occasion is enough for you to come out of that. ഓർക്കുക, ഒരു പ്രശ്നത്തിൽ ഇരിക്കുമ്പോൾ ഇതിനകത്തെ ഒരു വചനം മതി അതിൽ നിന്ന് നിന്നെ പുറത്തെടുക്കുവാനായിട്ട്. Shout hallelujah. ഒരു ഹല്ലേലൂയ. Are you ready for number 5? അഞ്ചാമത്തേതിനു വേണ്ടി തയ്യാറാണോ? He is the radiance of God's glory. അവൻ ദൈവ തേജസ്സിന്റെ പ്രഭയാണ്. ചിന്തിക്ക് മക്കളെ, ചിന്തിക്ക്. Jesus Christ is the radiance of the Father's glory. ഓർക്കുക, യേശു ക്രിസ്തുവിന്റെ ദൈവ തേജസ്സിന്റെ കിരണങ്ങൾ, പ്രഭയാണ് യേശു ക്രിസ്തു. He perfectly mirrors the Father. അവൻ പിതാവിന്റെ പ്രതിരൂപമാണ്. That means if you look at the mirror, you see yourself. നിങ്ങൾ ഒരു കണ്ണാടിയിൽ പോയി നിങ്ങളെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളെ അതിനകത്ത് കാണാൻ സാധിക്കും. See the image. അതെ, നിങ്ങളുടെ അതേ മൂക്ക്, അതേ കണ്ണ്, അതേ ചെവിയുള്ള അതേ പ്രതിരൂപം. Hallelujah. Hallelujah. In the same way, when you look into the mirror, you can see Jesus Christ, the Son of the Father. ഓർക്കുക, ഇതുപോലെ തന്നെ പിതാവിന്റെ അതേ പ്രതിരൂപമായി കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നത് പോലെയാണ് യേശു ക്രിസ്തു. Hallelujah. Hallelujah. So credential number 5 is this: he is the radiance of God's glory. അതുകൊണ്ട് അഞ്ചാമത്തെ യോഗ്യതയാണ് അവൻ ദൈവ തേജസ്സിന്റെ പ്രഭയാണ്. He is as glorious as the Father. നോക്കുക, അവൻ പിതാവിനെ പോലെ തന്നെ തേജസ്സേറിയവനാണ്. Hallelujah. Hallelujah. Now are you ready for number 6? ആറാമത്തേതിന് തയ്യാറാണോ? Hallelujah. Hallelujah. He is the exact representation of God. അവൻ ദൈവത്തിന്റെ സാക്ഷാൽ പ്രതിരൂപമാണ്. Once Jesus said, I and the Father are one. ഒരിക്കൽ യേശു കർത്താവ് പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. Means we are so identical. അതിന്റെ അർത്ഥം ഇതാണ്, ഞങ്ങൾ ഒരുപോലെയാണ്. If you have seen me, you have seen the Father. നിങ്ങൾ എന്നെ കാണുന്നെങ്കിൽ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. We are same. അദ്ദേഹം പറഞ്ഞതാണ്, യേശു പറഞ്ഞതാണ്. Not different, we are same. കാരണം ഞങ്ങൾ ഒരുപോലെയാണ്. Philip, why are you so insisting to see the Father? ഫിലിപ്പോസ്, If you have seen me, you have seen the Father. ഫിലിപ്പോസ്, നീ എന്തിനാ എല്ലായ്പ്പോഴും എന്നെ പിതാവിനെ കാണിച്ചതാ എന്നോട് ആവശ്യപ്പെടുന്നത്? എന്നെ കണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ പിതാവിനെയും കണ്ടിരിക്കുന്നു.
We are same. ഞങ്ങൾ ഒരുപോലെയാണ്. Hallelujah. Hallelujah. Praise God. Praise God. He is the exact representation of God. ഓർക്കുക, അവൻ സാക്ഷാൽ ക്രിസ്തു സാക്ഷാൽ ദൈവത്തിന്റെ പ്രതിരൂപമാണ്. Who is the giver of your salvation? ഓ, ഞാൻ വീണ്ടും ചോദിക്കട്ടെ, ആരാ നിങ്ങൾക്ക് രക്ഷ തന്നത്? The exact representation of God gave me this salvation. സർവശക്തനായ ദൈവത്തിന്റെ സാക്ഷാൽ പ്രതിരൂപമായവനാണ് നിനക്ക് രക്ഷ നൽകിയത്. So even if the devil offers me all the kingdoms of this world, all the wealth in the sea, all the wealth in all the kingdoms, I don't want that. I am not ready to exchange this salvation with Kohinoor or diamonds or jewelry or power or thrones or anything. ഓർക്കുക, ഈ ലോകത്തിന്റെ സകല നന്മയും സമുദ്രത്തിന്റെ സമ്പത്തോ ലോകത്തിന്റെ സമ്പത്തോ കാണിച്ച് സാത്താൻ എന്നെ നോക്കി മയക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കോഹിനൂർ രത്നത്തിനോ ഈ ലോകത്തിന്റെ സമ്പത്തിനോ ധനത്തിനോ വെച്ച് മാറ്റുരയ്ക്കാൻ പറ്റുന്നതല്ല എന്റെ കർത്താവ് എനിക്ക് തന്ന രക്ഷ. കാരണം അവൻ ദൈവത്തിന്റെ പ്രതിരൂപമാണ്. Amen. Hallelujah. Hallelujah. Are you ready for the seventh one? ഏഴാമത്തെ യോഗ്യത എഴുതിയെടുക്കാൻ തയ്യാറാണോ? Credential number 7. ഏഴാമത്തെ യോഗ്യത. He is the redeemer of mankind. അവൻ മനുഷ്യന്റെ വീണ്ടെടുപ്പുകാരനാണ്. Hallelujah. Hallelujah. He is the redeemer of the whole humanity. മുഴുവൻ മനുഷ്യകുലത്തിന്റെയും വീണ്ടെടുപ്പുകാരനാണ് യേശുക്രിസ്തു. Hallelujah. Hallelujah. Psalm 49 verse number 7 says, സങ്കീർത്തനം 49ന്റെ 7ാമത്തെ വചനം പറയുകയാണ്, no one can redeem the life of another or give to God a ransom for them. സഹോദരൻ എന്നേക്കും ജീവിച്ചിരിക്കാനും ദ്രവത്വം കാണാതെ രക്ഷ പ്രാപിക്കാനും ഇടയാകേണ്ടതിന് അവന്റെ ജീവനെ വീണ്ടെടുക്കാനോ അവന് ദൈവത്തിന് മറുവില കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. No one can do that. ആർക്കും തന്നെ ദൈവത്തിന് വില കൊടുക്കാൻ കഴിയില്ല. This is the mission impossible. ഇത് ഒരിക്കലും സാധ്യമാകാത്ത ഒരു ദൗത്യമാണ്. But the mission impossible is made possible by the redeemer of the mankind, എന്നാൽ Jesus. നോക്കുക, മനുഷ്യൻ ഒരിക്കലും സാധ്യമാകില്ല എന്ന് ദൈവവചനത്തിൽ എഴുതി വെച്ച ദൗത്യം മനുഷ്യന്റെ വിമോചകനായ വീണ്ടെടുപ്പുകാരൻ ആ ദൗത്യത്തെ പൂർത്തിയാക്കി. Now I'm going to give you a couple of scriptures. ഞാൻ 1-2 വചനങ്ങൾ നിങ്ങൾക്ക് നൽകാൻ പോകുകയാണ്. And these scriptures really glued me to Jesus 30 years ago. 30 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന വചനങ്ങൾ യേശു ക്രിസ്തുവിനോടൊപ്പം എന്നെ ഒട്ടിച്ചു ചേർത്ത വചനങ്ങളാണ്. എല്ലാവരും പറഞ്ഞു സൂപ്പർ ഗ്ലൂ. സൂപ്പർ ഗ്ലൂ പറ. കണ്ടിട്ടുണ്ടോ? കടയിൽ പോയി 5 രൂപ കൊടുത്താൽ സൂപ്പർ ഗ്ലൂ ഒട്ടി ഇങ്ങനെ ഇരിക്കും. സൂപ്പർ ഗ്ലൂ. I'm going to give you super glue verses. ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന സൂപ്പർ ഗ്ലൂ വചനങ്ങളാണ്. First Timothy chapter 2. 1 തിമോഥെയോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം 4, 5 and 6. അതിന്റെ 4-5 വചനങ്ങൾ. Quickly. Who wants all people to be saved and to come to a knowledge of the truth. സകല മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തിച്ചേരണമെന്നും അവിടെ ആഗ്രഹിക്കുന്നു. എല്ലാവരും ആമേൻ പറയാമോ? 5. For there is one God and one mediator between God and mankind, the man Jesus Christ. 5-ാമത്തെ വചനം, ദൈവം ഏകൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഏകൻ. 6. Who gave himself as a ransom for all people. This has now been witnessed to at the proper time. 6-ാമത്തെ വചനത്തിൽ 5-6 കൂടെ ഞാൻ ചേർന്ന് വായിക്കുകയാണ്. ദൈവം ഏകൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഏകൻ മാത്രം. 6-ാമത്തെ വചനം, എല്ലാവർക്കും വേണ്ടി വീണ്ടെടുപ്പ് വിലയായി സ്വയം അർപ്പിച്ച മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ഈ സാക്ഷ്യം തക്ക സമയത്ത് നൽകപ്പെട്ടു.
Psalm 49:7 says, സങ്കീർത്തനം 49:7 നാം വായിച്ചു കേട്ടു. redemption of mankind is impossible with man. നോക്കുക, മനുഷ്യന്റെ വീണ്ടെടുപ്പ് വില നൽകുവാൻ, മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവത്തിന് വീണ്ടെടുപ്പ് നൽകുക മനുഷ്യന് അസാധ്യമായ കാര്യമാണ്. Look here. ദയവായി എന്നെ ശ്രദ്ധിക്കാമോ? Man has fallen. മനുഷ്യൻ പാപത്തിലൂടെ വീഴ്ച സംഭവിച്ചു. To redeem him back, ഇനി അവനെ അതിൽ നിന്ന് വീണ്ടും രക്ഷിക്കണമെങ്കിൽ, to replace to the original അവന് position, ദൈവം സൃഷ്ടിച്ച നാളിലെ അവന്റെ സ്ഥാനത്തേക്ക് അവനെ വീണ്ടെടുത്ത് മടക്കി കൊണ്ടുവരണമെങ്കിൽ no man can do that. ഒരു മനുഷ്യനും അത് ചെയ്യാൻ സാധ്യമല്ല. No man can give the ransom to God. അതിനു വേണ്ടിയിട്ടുള്ള വില അല്ലെങ്കിൽ മോചന ദ്രവ്യം അതിനു വേണ്ടി കൊടുക്കുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. But Paul comes എന്നാൽ പൗലോസ് വന്നിട്ട് and he says, അദ്ദേഹം പറയുകയാണ്, there is only one God. ഒരേ ദൈവം ഏകൻ മാത്രമാണ്. And there is only one person to stand as a middle person between God and all the people. ഓർക്കുക, ഈ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥനായി നിൽക്കുവാൻ ഒരൊറ്റ വ്യക്തിക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. I cannot stand. എനിക്കൊരിക്കലും അങ്ങനെ മധ്യസ്ഥനാകാൻ You പറ്റില്ല. cannot stand. നിങ്ങൾക്ക് സാധ്യമല്ല. No man can stand. ഒരു മനുഷ്യനും അത് സാധ്യമല്ല. No woman can ഒരു stand. സ്ത്രീക്കും അത് സാധ്യമല്ല. Because all have sinned. കാരണം എല്ലാ മനുഷ്യരും പാപം ചെയ്തിരിക്കുന്നു. But here comes the man Jesus Christ. എന്നാൽ ഇവിടെ നോക്കൂ, മനുഷ്യനായ യേശുക്രിസ്തു, He is God. അവൻ ദൈവമാണ്. And he became man. ഇപ്പോൾ അവൻ ഒരു മനുഷ്യനായി He is അവതരിച്ചു. God man. ഇപ്പോൾ അവൻ മനുഷ്യനോടൊപ്പം അവൻ ദൈവമാണ്. He is God man. അവൻ ഇപ്പോൾ ഒരു ദൈവ മനുഷ്യനാണ്. അവൻ ദൈവവും മനുഷ്യനുമായി ഒരുമിച്ച് comes and stands between God and people. നോക്കുക, ദൈവവും മനുഷ്യനുമായവൻ ഇപ്പോൾ ദൈവത്തിന്റെ മനുഷ്യനും ഇടയിൽ നിൽക്കുകയാണ്. And he gave the ransom for my life to the Father. അങ്ങനെ അവൻ തന്റെ ജീവൻ മോചന ദ്രവ്യമായി മനുഷ്യർക്ക് പകരമായി പിതാവിന് കൊടുത്തു. He is the redeemer of mankind. അങ്ങനെ മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പുകാരനായി അവൻ മാറി. And this God man is the one who gave you this salvation. It is so great. അതുകൊണ്ട് ഈ ദൈവ മനുഷ്യനാണ് നിനക്ക് രക്ഷ നൽകിയത്. ഈ രക്ഷ അതുകൊണ്ടാണ് മഹത്വകരമായ രക്ഷയായത്. Brother, sister, don't lose it. ഓ സഹോദര സഹോദരി, ഇതിനെ വിട്ടുകളയരുത്. സഹോദരന്റെ പേര് റെജി എന്നാണ്. ഈ സഹോദരന്റെ ഭാര്യയാണ് മഞ്ജു. ഇവര് തിരുവല്ലയിൽ നിന്ന് വരുന്നത്. തിരുവല്ല ബ്ലെസ്സിംഗ് സെന്ററിലായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് 6 വർഷത്തിലധികമായിട്ട് ഈ സഹോദരന് നടുവേദനയായിരുന്നു. ഈ സഹോദരൻ ആസാമില് മിലിറ്ററിയില് ട്രക്ക് ഓടിക്കുന്ന ഒരു ജോലിയായിരുന്നു. അപ്പൊ റെഗുലർ ആയിട്ട് അത് ചെയ്യുന്നത് കൊണ്ടിട്ട് സഹോദരന്റെ നടുവിന് സാരമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിനുശേഷം ആ വേദന സഹിക്കാൻ വയ്യാതായി കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് വന്നു. ഇവിടെ ടോട്ടലി ബെഡ് റിഡൻ പോലെയായി, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ഡയഗ്നോസ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയ 2 ഗ്രോത്ത് കാണുന്നുണ്ട്, അതുകൊണ്ട് ഉടനെ തന്നെ എറണാകുളത്തുള്ള അമൃത ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് സ്ഥിരീകരിച്ചു, ഇത് ക്യാൻസർ ആണ്, അതുകൊണ്ട് ക്യാൻസറിനുള്ള ട്രീറ്റ്മെന്റ് തുടങ്ങണമെന്നുള്ള രീതിയിലായി പറഞ്ഞു. ഈ സഹോദരന് ആ സമയത്ത് യേശുവിലൊരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ സഹോദരി ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണുകയും നമ്മുടെ ബ്ലെസ്സിംഗ് സെന്ററിൽ പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അതിന് തടസ്സമായിട്ടൊന്നും നിന്നില്ല. സഹോദരൻ പറഞ്ഞു നിന്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അങ്ങനെ പൊക്കോട്ടെ, പക്ഷെ എന്നെ ഇതിലേക്ക് വിളിക്കരുത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെ ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് മരുന്നൊക്കെ കൊടുത്തു. ഏതാണ്ട് കുറച്ച് എഴുന്നേറ്റ് നടക്കാൻ ഭാഗമായപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ ലീവ് കഴിഞ്ഞു, തിരിച്ചു ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടേക്ക് തന്നെ വീണ്ടും ആ പഴയ ജോലിയിലേക്ക് അവിടെ തന്നെ തിരിച്ചു വന്നു. എന്നാൽ സഹോദരി ഇവിടെ നമുക്ക് പ്രെയർ റിക്വസ്റ്റ് എഴുതി തരികയും ബ്ലെസ്സിംഗ് സെന്ററിൽ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. സഹോദരൻ പറയുന്നത് ഞാൻ അവിടെ ഓരോ ദിവസവും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അറിയാതെ എൻ്റെ ശരീരത്തിൽ നിന്നും എപ്പോഴാണെന്ന് എനിക്കറിയില്ല വേദനകൾ ഓരോ ദിവസവും മാറിക്കൊണ്ടേയിരുന്നു. എങ്ങനെയാണെന്നൊന്നും സഹോദരൻ അറിയില്ല. അതിനുശേഷം ഈ കഴിഞ്ഞ ലീവിന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്ന് ടെസ്റ്റ് നടത്തി.
ടെസ്റ്റ് നടത്തിയപ്പോൾ ഉണ്ടായ അത്ഭുതം എന്നുള്ളത് ഡോക്ടർക്ക് തന്നെ അത്ഭുതമായി. ഡോക്ടർ പറഞ്ഞു, ഈ ശരീരത്തിൽ ക്യാൻസറിന്റെ ഒരു അണുവേ ഇല്ല, ഒരു ഗ്രോത്തും കാണുന്നില്ല, നിങ്ങൾ പൂർണ്ണമായിട്ടും സൗഖ്യമാണ്, ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വിട്ടു. ഇപ്പോൾ ഒരു മരുന്ന് പോലും ഈ സഹോദരൻ കഴിക്കുന്നില്ല. ഈ സഹോദരൻ ഇപ്പോൾ യേശുവിൽ ഭയങ്കര വിശ്വാസവുമാണ്. ഈ പറഞ്ഞതൊക്കെ ശരിയാണോ ബ്രദറെ? സത്യമായിട്ടുള്ള പറഞ്ഞു പറയിപ്പിച്ചതൊന്നും അല്ലല്ലോ അല്ലെ? കാര്യം എല്ലാവരും ഈ വിശ്വാസത്തിലേക്ക് വരണം. ഞാൻ തിരുവല്ലായി പറഞ്ഞാൽ അവർ മാത്രമല്ലേ കേൾക്കത്തുള്ളൂ. അതിനാണ് ഞാൻ ഈ കൊച്ചിങ് ബ്ലെസ്സിംഗ് സെന്ററിൽ വന്ന് എല്ലാവരും എല്ലാ പ്രെയർ സെന്ററിലും ഇത് കേൾക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. 4 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഈ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം വെളുപ്പിന് 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി അവരിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. യേശുവിനോടുള്ള നന്ദി നിമിത്തം. വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഞങ്ങളങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. കർത്താവെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിനെന്നങ്ങ് പറഞ്ഞല്ലോ. അതിൻ പ്രകാരം കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് അങ്ങയുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരുന്നു. ഈ സമയത്ത് വളരെയധികം ഭാരങ്ങൾ ചുമക്കുന്ന വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു. വിവിധ രീതിയിലുള്ള ജീവിത ഭാരങ്ങളിൽ കർത്താവെ, അങ്ങ് തന്നെ ഒരു അത്താണിയായി നിന്നുകൊണ്ട് ആ ഭാരങ്ങൾ ഏറ്റുവാങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം വിങ്ങിപ്പൊട്ടുന്നത് പോലെ ഭയങ്കരമായ വേദനയിൽ ഇപ്പോൾ ഈ പ്രാർത്ഥനാ സമയത്ത് സംബന്ധിക്കുന്നവരുണ്ട്. പക്ഷേ അപ്പൂപ്പൻ താടി കാറ്റിൽ പറന്നു പോകുന്നത് പോലെ ഈ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ ആ ഭാരങ്ങൾ മാറിപ്പോകട്ടെ. ഒരു തൂവൽ പോലെ വെയ്റ്റ്ലെസ്സായി അവർ മാറട്ടെ. അവരുടെ ഹൃദയങ്ങൾ ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ. രോഗങ്ങളിൽ പ്രയാസപ്പെടുന്നവർ, പ്രത്യേകിച്ച് കിഡ്നി ഫങ്ഷൻ ചെയ്യാതെ അതിൻ്റെ ഫങ്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ശരീരത്തിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ആ കിഡ്നികൾ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ. ഷുഗർ പ്രോബ്ലമുള്ള വ്യക്തികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ അവരുടെ പാൻക്രിയാസ് വർക്ക് ചെയ്യാൻ തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. താങ്ക് യു ഫാദർ. തലയുടെ ഒരു ഭാഗത്ത് ഭയങ്കരമായ പെയിൻ ഉള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. അതുപോലെ തന്നെ തലയുടെ പിൻഭാഗത്ത് പ്രയാസമുള്ളവരെയും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കും. ഇൻ ജീസസ് നെയിം. മറ്റൊരു സ്പെഷ്യലായി കർത്താവ് എന്നെ കാണിക്കുന്നത്, സ്മെല്ല് തിരിച്ചറിയാൻ കഴിയുന്നില്ല, രുചി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള വ്യക്തികൾ ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ. താങ്ക് യു ജീസസ്. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. BP നോർമലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ. വിവിധ രീതിയിലുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും ഇപ്പോൾ വിശ്വസിക്കുക. കുഞ്ഞുങ്ങളില്ലാത്തവർ ഈ സ്ക്രീനിലേക്ക് ഇപ്പോൾ വിശ്വാസത്തോടെ കൈ നീട്ടിപ്പിടിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വലിയ അനുഗ്രഹങ്ങളും വിടുതലുകളും ഓരോരുത്തരിലും കർത്താവ് നീ പകരുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. ഏത് പ്രശ്നത്തിലും ഒരു പരിഹാരം കർത്താവ് കൽപ്പിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചെങ്കിൽ അവസാന ഭാഗത്ത് ഞാൻ കണ്ടത് രശ്മി എന്നു പേരുള്ള ഒരു വ്യക്തിയെ, ഒരു സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഷോൾഡർ മുതൽ താഴേക്കുള്ള പെയിനും അതുപോലെ ആസ്മ രോഗമുള്ള രശ്മി, പൂർണ്ണ സൗഖ്യം ഇപ്പോൾ ആ സഹോദരിയിലുണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം, ആമേൻ. മഹാരാഷ്ട്രയിൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും നടക്കുന്ന സ്ഥലം നോക്കി ദയവായി വരിക. മടി വിചാരിക്കരുത്. കർത്താവ് ഒത്തിരി 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 നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്നുള്ള പുസ്തകങ്ങൾ, CD-കൾ ആവശ്യമുള്ളവർ സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക. എന്ന് മാത്രമല്ല, ബ്ലെസ്സിംഗ് ടുഡേ റിസോഴ്സസ് എൻ്റെ പ്രത്യേക വെബ്സൈറ്റ് സ്ക്രീനിൽ കാണുന്നതിൽ നോക്കി നിങ്ങൾക്ക് ഓൺലൈനായി ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയും.
കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതിനു മുൻപ് ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് അതിനെക്കുറിച്ച് പറയുക. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ഒത്തിരി പേർക്കൊരു സംശയമുണ്ട്, എങ്ങനെയാണ് ഈ ഭൂമിയെല്ലാം ഉണ്ടായത്, എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്? ബ്രദർ ഡാമിയൻ ദുബായ് ബ്ലെസ്സിംഗ് സെന്ററിൽ ശുശ്രൂഷിക്കുന്നു. ഫെബ്രുവരി 20 വൈകിട്ട് 5 മുതൽ 7 മണി വരെ. ഏവർക്കും സ്വാഗതം. ബൈബിൾ ന്യൂവിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: സൂര്യൻ അസ്തമിക്കുവോളം വെച്ചുകൊണ്ടിരിക്കുവാൻ പാടില്ലാത്തതെന്ത്? ഓപ്ഷൻ എ കോപം, ബി ദുർവാശി, സി ശത്രുത, ഡി അലസത. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.